കൂട്ടുകാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ വീഡിയോയിൽ ബൈബിളിൽ പറഞ്ഞിട്ടുള്ള രൂത്തിന്റെ തീരുമാനത്തിൻ്റെ പിൻപിൽ എന്തായിരുന്നു എന്നതിനെ കുറിച്ചിട്ടാണ് നാം സംസാരിക്കാൻ പോകുന്നത്. രൂത്തിന്റെ തീരുമാനത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ല വ്യക്തമായി അറിയാം. ന്യായാധിപന്മാരുടെ കാലത്ത് തന്നെ ഒരിക്കൽ ദേശത്ത് ക്ഷാമമുണ്ടായി. ബത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യനായ എലീമലേക്കും കുടുംബവും മോവാബ് ദേശത്ത് പാർക്കുവാൻ പോയി. അവിടെ വച്ച് എലീമലേക്ക് മരിച്ചു. ഭാര്യ നവോമിയും മക്കൾ മക്ലോനും കില്യോനും അവശേഷിച്ചു. മക്ലോനും കില്യോനും മോവാബിയ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു. മോവാബിയ രാജാവായ എക്ലോന്റെ മകൾ രൂത്തിനെയും ഓർപ്പയെയും അവർ വിവാഹം കഴിച്ചു. 10 വർഷം അവിടെ പാർത്തു. ആൺമക്കൾ 2 പേരും മരിച്ചുപോയി. 3 വിധവന്മാർ അവശേഷിച്ചു. നവോമി മടങ്ങി ബത്ലഹേമിലേക്ക് വരുവാൻ തയ്യാറായപ്പോൾ മരുമക്കളോട് തങ്ങളുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ നിർബന്ധിച്ചു. ഓർപ്പ അമ്മായിയമ്മയെ ചുംബിച്ച് മടങ്ങിപ്പോയി. എന്നാൽ രൂത്ത് മടങ്ങിപ്പോകുവാൻ തയ്യാറായില്ല. ഉൾക്കണ്ണ് പ്രകാശിച്ച രൂത്ത് നവോമിയിൽ ജീവിക്കുന്ന ദൈവത്തെ കണ്ടു. നവോമിയുടെ ദൈവത്തെ ആയുഷ്കാലം മുഴുവനും പിൻപറ്റുവാൻ ദൃഢനിശ്ചയം ചെയ്ത് നവോമിയുടെ പിന്നാലെ പോയി. നവോമിയുടെ ദൈവമാണ് സത്യദൈവം. രൂത്തിൻ്റെ ഈ തീരുമാനത്തിൻ്റെ സാഹചര്യം എന്താണ്? ഏറ്റവും വേദനയുടെയും പ്രതികൂലമായുമുള്ള ഇരുളടഞ്ഞ സമയം. രൂത്ത് അവിടുത്തെ രാജാവിൻ്റെ മകളാണ്. എല്ലാവിധ നല്ല ചുറ്റുപാടുകളും അവളുടെ ഭവനത്തിൽ ഉണ്ട്. ഇസ്രായേലിൻ്റെ ദൈവം സാക്ഷാൽ സത്യദൈവം. ഈ ദൈവം സൃഷ്ടിതാവും നിയന്ത്രിതാവും കരുതുന്നവനും കാക്കുന്നവനുമെന്ന് ഉള്ളറയിൽ ഉറച്ചു വിശ്വസിച്ചതിനാൽ മാത്രമാവണം ഈ വിധ തീരുമാനം അവൾ എടുത്തത്. പ്രായാധിക്യത്തിലുള്ള നവോമിയെ അന്വേഷിക്കുന്നതിലുള്ള ബുദ്ധിമുട്ടിനെ പറ്റിയോ നവോമിയുടെ മരണശേഷം എങ്ങനെയെന്നോ ഒന്നും തന്നെ അവൾ ചിന്തിച്ച് സമയം പാഴാക്കിയില്ല. ജീവിക്കുന്ന ദൈവത്തെ അനുഭവിക്കുന്നതിലുള്ള സന്തോഷം അവൾ നവോമിയെ ശുശ്രൂഷിക്കുന്നതിൽ കൂടി കണ്ടെത്തി. രൂത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രായോഗിക വശം ചിന്തിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും താഴ്ചവശങ്ങൾ കാണുവാൻ കഴിയും. രാജകുമാരിയായിരുന്നവൾ അമ്മായിയമ്മയ്ക്ക് വേണ്ടി വയലിൽ കൊയ്ത്തുകാരുടെ ഇടയിൽ കതർ പറക്കുവാൻ പോകുവാൻ തയ്യാറായവൾ. അവളുടെ ഹൃദയവിനയം ചിന്തിച്ചാൽ അധിക ബഹുമാനം നൽകിപ്പോകും. ദൈവം തന്നെ രൂത്തിനെ അർഹിക്കുന്ന പദവി നൽകിയത് ദൈവവചനത്തിൽ കാണുന്നു. പിന്നത്തേതിൽ ബോവാസ് രൂത്തിനെ വിവാഹം കഴിക്കുന്നു. ബോവാസ് രൂത്ത് ദമ്പതികൾക്ക് ഓബേദ് എന്ന മകൻ ജനിച്ചു. ഓബേദ് ഈശായിയെ ജനിപ്പിച്ചു. ഈശായി ദാവീദിനെ ജനിപ്പിച്ചു. ദാവീദിൻ്റെ തലമുറയിൽ യേശുക്രിസ്തു ജനിച്ചു. മോവാബിയർ 10 തലമുറ വരെ യഹോവയുടെ സന്നിധിയിൽ പ്രവേശിക്കരുത് എന്ന നിയമം നിലനിൽക്കെ 11ാം തലമുറക്കാരിയായ രൂത്ത് എന്ന മോവാബിയ സ്ത്രീക്ക് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ സ്ഥലം പിടിക്കുവാൻ ഇടയായി. പ്രിയ ദൈവമക്കളെ, നാമും നമ്മുടെ ഏത് സാഹചര്യത്തിലും കർത്താവായ യേശുക്രിസ്തുവിനെ മുറുകെ പിടിച്ചാൽ അവൻ നമ്മെയും ഉയർത്തും. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.